ഇത്തവണ യാത്ര നിലമ്പൂരേക്കാണ്. കൂത്തുറമ്പ് നിന്ന് തലശ്ശേരി, വടകര, താമരശ്ശേരി വഴി ഏകദേശം 4 മണിക്കൂറോളം ഡ്രൈവ് ചെയ്ത് വേണം നിലമ്പൂരെത്താൻ. സത്യം പറഞ്ഞാൽ ഇന്ന് രാവിലെ പെട്ടെന്ന് തീരുമാനിച്ച യാത്രയാണ്. ഇപ്പോൾ സമയം ഉച്ചയ്ക്ക് 1:30. അപ്പോൾ നമുക്ക് മെല്ലെ വഴിയോര കാഴ്ചകളൊക്കെ കണ്ടു പോവാം. വൈകുന്നേരം 6 മണിയോടുകൂടിയാണ് നിലമ്പൂർ എത്തിയത്. നിലമ്പൂർ ടൗൺ എത്തുന്നതിന് 1 കിലോമീറ്റർ മുമ്പുള്ള ഹോട്ടൽ റോസ് ഇൻ്റർനാഷണലിലാണ് റൂം എടുത്തിരിക്കുന്നത്. ഈ ഹോട്ടലിൻ്റെ തൊട്ടടുത്തായി ഫർസ എന്ന പേരിലുള്ളൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. രാത്രിത്തെ ഫുഡ് അവിടെ നിന്നായിരുന്നു. അടുത്ത ദിവസം രാവിലെ താമസിക്കുന്ന റോസ് ഇൻ്റർനാഷണൽ ഹോട്ടലിൽ നിന്ന് തന്നെ ഫുഡൊക്കെ കഴിച്ച് ആദ്യം പോയത് കനോലീസ് പ്ലോട്ട് എന്നറിയപ്പെടുന്ന കനോലി എക്കോ ടൂറിസം സെൻറ്ററിലേക്കാണ്. നിലമ്പൂർ ടൗണിൽ നിന്ന് ഏകദേശം 2 കിലോമീറ്റർ മാറിയാണ് കനോലി എക്കോ ടൂറിസം സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത്. മുതിർന്നവർക്ക് 40 രൂപയും കുട്ടികൾക്ക് 15 രൂപയുമാണ് ടിക്കറ്റ് നിരക്ക്. ലോകത്തിലെ ആദ്യത്തെ മനുഷ്യനിർമ്മിത തേക്കിൻ തോട്ടമാണിത്. ബ്രിട്ടീഷ് ഭരണകാലത്ത് അന്നത്തെ കലക്ടർ HV കനോലിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ തേക്ക് വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത്. കുറവൻ പുഴയുടെയും ചാലിയാർ പുഴയുടെയും സംഗമ സ്ഥാനത്താണ് കനോലീസ് പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത്. മനുഷ്യനിർമ്മിത തോട്ടത്തിലെ ലോകത്തിലെ ഏറ്റവും വലിയ തേക്ക് ഇവിടെയാണുള്ളത്. നിലമ്പൂർ ടൗണിനോട് ചേർന്നുള്ള മറ്റൊരു സ്പോട്ടാണ് നിലമ്പൂർ കോവിലകം ആർച്ച്. കോഴിക്കോട് സാമൂതിരി രാജാവിൻ്റെ സാമന്ത രാജാക്കന്മാരായിരുന്നു നിലമ്പൂർ കോവിലകം വാണിരുന്നത്. ഏകദേശം 300 വർഷത്തെ പഴക്കം ഈ നിലമ്പൂർ കോവിലകത്തിനുണ്ട്. പിന്നീട് ഞങ്ങൾ പോയത് ചന്തക്കുന്നിലെ DFO ബംഗ്ലാവിലേക്കാണ്. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5:30 വരെയാണ് പ്രവേശനം. 40 രൂപയാണ് ടിക്കറ്റ് നിരക്ക്. തിങ്കളാഴ്ച അവധിയാണ്. ഞങ്ങൾ വന്ന സമയത്ത് ഒരു ചിത്രകല ക്യാമ്പും ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു. 1898 ബ്രിട്ടീഷുകാരാണ് ബംഗ്ലാവ് നിർമ്മിച്ചത്. 1921 മലബാർ കലാപത്തിൽ കത്തിനശിച്ച ബംഗ്ലാവ് 1924 ഇന്ന് കാണുന്ന രൂപത്തിൽ പുനർനിർമ്മിച്ചു. 1968 നക്സൽ ആക്രമണത്തിനു ശേഷം ഈ ബംഗ്ലാവിൽ ആരും താമസിച്ചിട്ടില്ല. വനം കുറ്റവാളികളെ ചോദ്യം ചെയ്യാനുള്ള സങ്കേതമായും റിസർവ് ഫോഴ്സ് ഓഫീസായുമൊക്കെ ഈ ബംഗ്ലാവ് പ്രവർത്തിച്ചിട്ടുണ്ട്. കാട്ടിലൂടെയുള്ള ആകാശപാലമാണ് ബംഗ്ലാവിനോട് തൊട്ടുള്ള മറ്റൊരു പ്രധാന ആകർഷണം. കാട്ടിലൂടെ മരങ്ങൾക്കിടയിലൂടെ കടന്നു പോകുന്ന പാലം ബംഗ്ലാവിന് മുന്നിൽ നിന്നും റോഡിലേക്ക് എത്തുന്ന വിധമാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഒന്ന് 2 മണിക്കൂർ അവിടെ ചെലവഴിച്ചതിന് ശേഷം നേരെ തിരിച്ച് നിലമ്പൂർ ടൗണിലേക്ക് വന്നു. ഉച്ചയ്ക്ക് റൂം വെക്കേറ്റ് ചെയ്തതിന് ശേഷം ഏകദേശം ഒരു 3 മണിയോടെ തേക്ക് മ്യൂസിയത്തിലേക്ക് എത്തി. ചെറിയൊരു ചാറ്റൽ മഴ ഇന്ന് ഉച്ച മുതലുണ്ട്. നിലമ്പൂർ ടൗണിൽ നിന്നും ഊട്ടി റോഡിലൂടെ 4 കിലോമീറ്റർ സഞ്ചരിച്ച് വേണം തേക്ക് മ്യൂസിയത്തിലേക്ക് എത്താൻ. ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ തേക്ക് മ്യൂസിയമാണിത്. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന് കീഴിലാണ് മ്യൂസിയം പ്രവർത്തിക്കുന്നത്. തേക്കുമായി ബന്ധപ്പെട്ട ചരിത്രം, ആവാസ വ്യവസ്ഥ, തേക്കിൻ്റെ ഉപയോഗങ്ങൾ, പഠനങ്ങൾ തുടങ്ങിയ അനേകം വിഷയങ്ങളിലുള്ള ചാർട്ടുകളും ചിത്രങ്ങളും ദൃശ്യ സംവിധാനങ്ങളുമെല്ലാം മ്യൂസിയത്തിലുണ്ട്.
തേക്കിൽ തീർത്ത മനോഹരമായ ശില്പങ്ങളും നമുക്കിവിടെ കാണാം. തേക്കിൻ്റെ ചരിത്രപരമായ അടയാളങ്ങൾ സംരക്ഷിക്കുവാനായി കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന് കീഴിൽ 1995 തേക്ക് മ്യൂസിയം ആരംഭിക്കുന്നത്. തിങ്കളാഴ്ച മ്യൂസിയം അവധിയാണ്. ബാക്കി ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ വൈകുന്നേരം 4:30 വരെയാണ് പ്രവർത്തന സമയം. മുതിർന്നവർക്ക് 50 രൂപയും കുട്ടികൾക്ക് 15 രൂപയുമാണ് പ്രവേശന നിരക്ക്. തേക്ക് മ്യൂസിയത്തോട് ചേർന്ന് തന്നെ വളരെ മനോഹരമായ ഒരു ജൈവ വൈവിധ്യ ഉദ്യാനവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. വൈകുന്നേരം ഒരു 5 മണിയോടെ നിലമ്പൂർ തേക്കിനോടും നിലമ്പൂരിനോടും യാത്ര പറഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.